أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير. إياك نعبد وإياك نستعين ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, ബഹുമാനമുള്ള ശ്രോതാക്കളെ, സഹോദര സഹോദരിമാരെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذ أخذ الله ميثاق النبيين لما آتيتكم من كتاب وحكمة ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه قال أقررتم وأخذتم على ذلكم إصري قالوا أقررنا قال فاشهدوا وأنا معكم من الشاهدين. ഒന്നോടി നോക്കി എൻ്റെ കൂടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ أخذ الله ميثاق النبيين لما آتيتكم من كتاب وحكمة ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه قال أقررتم وأخذتم على ذلكم إصري قالوا أقررنا قال فاشهدوا وأنا معكم من الشاهدين. سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. ആരാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? സൂറത്ത് ആല ഇംറാന്റെ 81-ാമത്തെ വചനം അല്ലാഹു പറയും, പ്രവാചകരോടൊക്കെ അല്ലാഹു തആല ഒരു കരാർ പിടിച്ചു വാങ്ങിയ രംഗം നിങ്ങൾ ഓർക്കേണ്ടതാണ്. ആരാണ് മുഹമ്മദ് മുസ്തഫ? ഓർക്കങ്ങോട്ട് സ്വലാത്ത് ചൊല്ലും, മുഹമ്മദ് മുസ്തഫ. ആരാണ് മുഹമ്മദ് നബി എന്ന് ചിന്തിക്കുക. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്മാരോട് മുഴുവനും പിടിച്ചു അല്ലാഹു പിടിച്ചു വാങ്ങി. മീസാഖ ഒരു കരാറിനെ, ഉടമ്പടിയെ, അന്നബിയീൻ പ്രവാചകന്മാരോട് ഒന്നടങ്കം, എക്സെപ്റ്റ് വൺ, മുഹമ്മദ് മുസ്തഫ. 1,23,999 പ്രവാചകന്മാരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് എല്ലാ തഫ്സീറുകളിലും കാണാം. ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനായ ഹാഫിൾ ഇബ്നു കസീർ തങ്ങൾ തന്റെ തഫ്സീർ ഇബ്നു കസീറിൽ പോലും അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? 1,23,999 പ്രവാചകന്മാരോടും അള്ളാഹു ഒരു കരാറ് പിടിച്ചു വാങ്ങിയ രംഗം നിങ്ങൾ ഓർക്കേണ്ടതാണ് എന്ന് വിശുദ്ധ ഖുർആൻ. ആരാണ് മുഹമ്മദ് മുസ്തഫ? വളരെ ചിന്തിക്കണം. പ്രവാചകന്മാരോട് മുഴുവനും പിടിച്ചു വാങ്ങി മീസാഖ്, ഒരു ഉടമ്പടി, കരാർ, അന്നബിയീൻ പ്രവാചകന്മാരോട് ഒരു കരാർ പിടിച്ചു വാങ്ങിയ രംഗം നിങ്ങൾ ഓർക്കേണ്ടതാണ്. എന്താ കരാറ്? ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ, നിങ്ങൾക്ക് ഞാൻ കിതാബും നുബുവത്തും നൽകാം എന്നിരിക്കട്ടെ. ലമാ ആതൈതുകും, നിങ്ങൾക്ക് ഞാൻ നൽകി എന്നിരിക്കട്ടെ. മിൻ കിതാബിൻ, ഒരു കിതാബും, വഹിക്മത്തിൻ, നുബുവത്ത്. ഹിക്മത്ത് എന്ന വാക്ക് നുബുവത്ത് എന്ന അർത്ഥത്തിൽ ഒരുപാട് സ്ഥലത്ത് വിശുദ്ധ ഖുർആനിൽ കാണാം. ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നുബുവത്ത് നൽകി എന്നിടത്ത് ഖുർആൻ പറയുന്നത് വആതാഹുല്ലാഹുൽ മുൽക വൽ ഹിക്മത വഅല്ലമഹു മിമ്മാ യശാ എന്നാണ്. അപ്പൊ ഹിക്മത്ത് എന്നാൽ നുബുവത്ത് എന്നർത്ഥം. ലമാ ആതൈതുകും, നിങ്ങൾക്ക് ഞാൻ നൽകി എന്നിരിക്കട്ടെ. മിൻ കിതാബിൻ, കിതാബ് എല്ലാ പ്രവാചകന്മാർക്കും ഉണ്ട് കേട്ടോ. കിതാബ് 4 എന്ന്
മനസ്സിലാക്കണ്ട, എല്ലാ പ്രവാചകന്മാർക്കും കിതാബുണ്ട്. അതെങ്ങനെയാണ്? നേരിട്ട് നൽകപ്പെടും ചില ആളുകൾക്ക്, മറ്റുള്ളവരെ അതിന്റെ പ്രചാരണത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെടും. ഫലത്തിൽ എല്ലാ ആളുകൾക്കും കിതാബ് ഉണ്ട്. ഇന്നത്തെ ആലിമിന് കിതാബുണ്ടല്ലോ. എന്താ കിതാബ്? വിശുദ്ധ ഖുർആൻ. എന്നാൽ അയാൾക്ക് ലഭിച്ചതാണോ? അല്ല, ആർക്ക് ലഭിച്ചതാണ്? മുഹമ്മദ് മുസ്തഫ. ഉലമാഇന്റെ സ്ഥാനമാണല്ലോ അംബിയായിലുള്ളത്. ഉലമാ ഉമ്മത്തി കഅംബിയാഇ ബനി ഇസ്രായീൽ എന്ന ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കണം. അപ്പൊ മൊത്തത്തിൽ പ്രവാചകന്മാർക്കൊക്കെ അള്ളാഹു കിതാബ് നൽകി, ഏട് നൽകിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കിതാബും നിങ്ങൾക്ക് നുബുവത്തും നൽകി എന്നിരിക്കട്ടെ. എന്നിട്ട് നിങ്ങൾ നൽകി, നിങ്ങൾക്ക് ഞാൻ നൽകി, എന്നിട്ട് ثم جاءكم رسول مصدق لما معكم ثم جاءكم പിന്നെ നിങ്ങളുടെ അരികിൽ എത്തി എന്നിരിക്കട്ടെ. പിന്നെ എന്ന് പറഞ്ഞാൽ കരാർ പിടിച്ചു വാങ്ങിയത് ആലമുൽ അർവാഹിലാണ്, ഉപരിലോകത്താണ്. സുമ്മ എന്നാൽ പിന്നീട്. ഇത് കേവലം ക്രമത്തിന് വേണ്ടി പറഞ്ഞ സുമ്മയല്ല, പിന്നീടുള്ള ജീവിതത്തിൽ. അഥവാ ഏത് ജീവിതത്തിൽ? ഹയാത്തുൽ അർളിയ. പിന്നെ വളരെ ചിന്തിക്കണം. ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നുബുവത്ത് അവർക്ക് നൽകാമെന്ന് വെച്ചു. എന്നിട്ട് നിങ്ങൾ ഈ നുബുവത്തിനെ ഏറ്റെടുക്കുക. എന്നിട്ട് സുമ്മ പിന്നീട് എന്നാൽ പിന്നീട് ജീവിത കാലഘട്ടത്തിൽ. ഏതാണ് ആ ജീവിതം? ഭൂമിയിൽ നിങ്ങൾ വന്നു, നിങ്ങൾ പ്രവർത്തനം തുടങ്ങി, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ, നിങ്ങൾ നബിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ജാഅക്കും നിങ്ങളുടെ അരികിൽ വന്നു എന്നിരിക്കട്ടെ റസൂലുൻ, മഹാനായ റസൂൽ എന്ന് വിശുദ്ധ ഖുർആനിൽ മുമ്പോ പിമ്പോ പ്രത്യേകം ഒരാളിലേക്ക് സൂചന പറയാതെ പറഞ്ഞ എല്ലാ റസൂൽ കൊണ്ടും ഉദ്ദേശം മുഹമ്മദ് നബി. ഏതുപോലെ ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ, ഉദ്ദേശം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും, റസൂലുൻ ഉദ്ദേശം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ലേ? നല്ലോണം ചിന്തിക്കുക. അല്ലാഹുവിന്റെ ഖുർആൻ ഇങ്ങനെ എടുത്തു നോക്കൂ. ഞാൻ ചെറിയ ഒരു രൂപം പറഞ്ഞു തരികയാണ്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ ഒരു ഭാഗത്ത് എടുക്കുമ്പോൾ ഒരു റസൂൽ എന്ന വാക്ക് കണ്ടു. മുമ്പോ പിമ്പോ ഒരു പ്രത്യേക ആളിലേക്ക് സൂചന പറഞ്ഞിട്ടും ഇല്ല എങ്കിൽ അവിടെ ഉദ്ദേശം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഖായിദത്തുൻ അസ്ലിയ, വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനപരമായ നിയമമാണ്, ഉസൂലാണ്, അടിസ്ഥാന തത്വമാണ്. അപ്പൊ സുമ്മ ജാഅക്കും പിന്നെ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ജാഅക്കും നിങ്ങളുടെ അരികിൽ വന്നു എന്നിരിക്കട്ടെ. നിങ്ങളിങ്ങനെ പ്രവർത്തന ഗോതയിൽ ഇറങ്ങി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ജാഅക്കും നിങ്ങളുടെ അരികിൽ വന്നു എന്നിരിക്കട്ടെ റസൂലുൻ, എന്റെ റസൂൽ മുഹമ്മദ് നബി. അദ്ദേഹമാണ് റസൂൽ. മറ്റുള്ളവർ മുഴുവനും അദ്ദേഹത്തിലേക്കുള്ള ബിശാറത്തുകളാണ് എന്ന് വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനത്തിൽ മുഫസ്സിരീങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും മഹാനായ റസൂൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ പ്രവർത്തന ഗോഡയിൽ ഇറങ്ങി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ റസൂൽ കൊണ്ട് ഉദ്ദേശം മുഹമ്മദ് നബിയാണ്. ഹാഫിദ് ഇബ്നു കസീർ തന്റെ തഫ്സീർ ഇബ്നു കസീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഉദ്ദേശം റസൂൽ കൊണ്ട് ഉദ്ദേശം മുഹമ്മദ് നബിയാണ് എന്ന് ഇബ്നു ജരീർ തുബരി തന്റെ തുബരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഉദ്ദേശം മുഹമ്മദ് നബിയാണ് എന്ന് ബഹുമാനപ്പെട്ട അബൂ ഹയ്യാനിൽ ഉൻദുരിസി തന്റെ ബഹറുൽ മുഹീത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഉദ്ദേശം മുഹമ്മദ് നബിയാണ് എന്ന് റഷീദുർ റിള, വഹാബിസത്തിന്റെ നേതാവായ റഷീദുർ റിള പോലും തന്റെ തഫ്സീറുൽ മനാറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഥവാ നിങ്ങൾ പ്രവർത്തന കോടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ സുമ്മ ജാഅക്കും നിങ്ങൾ പ്രവർത്തന പദത്തിൽ ഇരിക്കവേ ജാഅക്കും നിങ്ങളുടെ നാട്ടിലെത്തി എന്നിരിക്കട്ടെ റസൂലുൻ, എന്റെ മഹാനായ റസൂൽ അഥവാ മുഹമ്മദ് മുസ്തഫ. ശരി, ഇപ്പൊ നമ്മൾ എത്രയായി പഠിച്ചത്? ഇപ്പൊ എന്താ നമ്മൾ പഠിച്ചത്? ബഹുമാനപ്പെട്ട സയ്യിദുനാ മൂസ, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസ, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം, ബഹുമാനപ്പെട്ട സയ്യിദുനാ ദാവൂദ്, ബഹുമാനപ്പെട്ട സയ്യിദുനാ സ്വാലിഹ്, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഹൂദ്, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇസ്ഹാഖ്, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇസ്മാഈൽ, ബഹുമാനപ്പെട്ട സയ്യിദുനാ യൂസുഫ്, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഷുഐബ്. ഇങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ ഇവിടെ പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്ന സദസ്സിലേക്ക്, ആ സീസണിലേക്ക്, അക്കാലത്ത് അള്ളാഹു മുഹമ്മദ് നബിയെ ഞാൻ എന്നയക്കും എന്നത് എന്റെ നിശ്ചയമാണ്. എന്നയക്കുമെന്ന് നിങ്ങൾ ചോദിക്കണ്ട. ചിലപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ സീസണിലേക്കായിരിക്കും ഞാൻ മഹാനായകനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ഇവിടെ അധ്യക്ഷ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട പറഞ്ഞ ഉസ്താദ് മഹാനാണ്, യാതൊരു സംശയമില്ല. പക്ഷേ ഈ സഭയുടെ ഉദ്ഘാടകൻ, ഇവിടെ ഒന്നാം പ്രസംഗം നടത്തേണ്ട ആളുടെ പ്രതിനിധി, ആളുടെ പൊന്നോമന പുത്രൻ ഇവിടെ ഇങ്ങനെ കയറിനോട് കൂടെ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ആ സദസ്സ് കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ ആ സദസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അമരക്കാരനായ ആൾ അവിടെ വരുമ്പോൾ അതോടുകൂടെ പിന്നെ പ്രസംഗിക്കുക എന്നുള്ളത് അനൗചിത്യമാണ് എന്ന ആ വയോവൃദ്ധന്റെ വിജ്ഞാനമാണ് ഇവിടെ അടിസ്ഥാനം എന്നുകൂടി സാന്ദർഭികമായി നാം മനസ്സിലാക്കേണ്ടതാണ്. ഇങ്ങനെ നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോ, മൂസാ നബിയെ നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എന്താ മൂസാ നബി പറയുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസാ റസൂലുള്ളാഹ്. എന്താ ഇബ്രാഹിം നബി പറയുന്നത് സമൂഹത്തോട്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖൂലു അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന ഇബ്രാഹിം റസൂലുള്ളാഹ് വഅശ്ഹദു അന്ന മൂസാ റസൂലുള്ളാഹ് വഅശ്ഹദു അന്ന ഈസാ റസൂലുള്ളാഹ് വഅശ്ഹദു അന്ന ദാവൂദ് റസൂലുള്ളാഹ് വഅശ്ഹദു അന്ന സ്വാലിഹ് റസൂലുള്ളാഹ് വഅശ്ഹദു അന്ന ശുഐബ് റസൂലുള്ളാഹ് വഅശ്ഹദു അന്ന ഹൂദ് റസൂലുള്ളാഹ് എന്നിങ്ങനെ നിങ്ങൾ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ആ നാട്ടിലേക്ക്, ആ സീസണിലേക്ക് എന്റെ നേതാവായ, എന്റെ മഹാനായ, ഞാൻ ഖൽഖിന്റെ നേതാവായി നിശ്ചയിച്ച, ഞാൻ നേതാവാക്കി സംവിധാനിച്ച പ്രപഞ്ചത്തിൽ മഖ്ലൂഖിന്റെ കൂട്ടത്തിൽ നേതാവായി ഞാൻ നിശ്ചയിച്ച മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നത് എങ്കിൽ കരാറാണ് പറയുന്നത്. എന്താ കരാറ്? എങ്കിൽ ലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്നഹു. അദ്ദേഹം വന്നെങ്കിൽ അദ്ദേഹം വന്നോട്ടെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിന്റെ പ്രവർത്തനം അദ്ദേഹം ചെയ്തോട്ടെ, എന്റെ പ്രവർത്തനം ഞാനും ചെയ്തോളും എന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കരുത്. അതോടുകൂടെ നിങ്ങളുടെ കിതാബ് നിങ്ങൾ പൂട്ടിപ്പോകണം, നിങ്ങളുടെ തൗറാത്ത് പൂട്ടിയിരിക്കണം, നിങ്ങളുടെ സബൂർ പൂട്ടിയിരിക്കണം, നിങ്ങളുടെ ഇഞ്ചീല് പൂട്ടിയിരിക്കണം, നിങ്ങളുടെ പ്രബോധം അവസാനിപ്പിച്ചിരിക്കണം, നിങ്ങളുടെ കെലിമത്ത് അവസാനിപ്പിച്ചിരിക്കണം, കെലിമത്തിന്റെ ശൈലി മാറ്റാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസാ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈസാ റസൂലുള്ളാഹ് എന്ന് പറയുന്ന ശൈലി നിങ്ങൾ നിർത്തിവെക്കുകയും നിങ്ങൾ തീർച്ചയായും വിശ്വസിക്കുകയും വേണം. ബിഹി മുഹമ്മദ് നബി നിങ്ങൾ പ്രബോധനം നിർത്തിവെക്കണം. എന്നിട്ട് നിങ്ങൾ വിശ്വസിക്കണം എന്നല്ല പറഞ്ഞത്, തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കുക തന്നെ വേണം. ബിഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട്. അഥവാ ഇതുവരെ നിങ്ങളുടെ നാട്ടുകാരെ കൊണ്ട് നിങ്ങൾ പറയിപ്പിച്ച പണി നിങ്ങൾ നിർത്തുകയും ഇന്നു മുതൽ ആ പണി നിങ്ങൾ എടുക്കുകയും വേണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസാ റസൂലുള്ളാഹ് എന്ന് പറയൽ നിർത്തിയിട്ട് നിങ്ങൾ നേരെ മുഹമ്മദ് നബിയുടെ അരികിൽ പോയി മുഹമ്മദ് നബിയുടെ കൈ പിടിച്ചിട്ട് പറയുക, എന്റെ പ്രവർത്തനം ഞാൻ നിർത്തിയിരിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുകയും വേണം എന്നല്ലോ. സൂറത്ത് ആല ഇംറാൻ 81-ാമത്തെ വചനം. ഇതിനപ്പുറം എന്ത് മദ്ഹ് പറയേണ്ടു മുഅ്മിനീങ്ങളെ നിങ്ങൾ ചിന്തിക്കുക. ഇങ്ങനപ്പുറം എന്താ പറയേണ്ടത്? ഇനി അതിന്റെ അപ്പുറം എന്താവൻ? ലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്നഹു. നിങ്ങൾ വിശ്വസിച്ചാലും പോരാ, വിശ്വസിച്ചിട്ട് നിങ്ങൾ സ്വന്തം പണി പോയതിന്റെ പേരിൽ സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ, അവനാന്റെ പണി പോയി, ആ പണി ഇതുവരെ താൻ എടുത്തിരുന്ന പണി പോയി, ഇപ്പോൾ ആ പണി ആരേറ്റെടുത്തു? മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് നിങ്ങൾ അതോടുകൂടെ ഉള്ള ദേശത്തിൽ വീട്ടിൽ കയറി ഉറങ്ങാനും പാടില്ല. നിങ്ങളുടെ നുബുവത്തിന്റെയും റിസാലത്തിന്റെയും പണി കഴിഞ്ഞു, എന്നാൽ നിങ്ങൾ വീട്ടിൽ പോയി ഉറങ്ങാനും പാടില്ല. വലതൻസുറുന്നഹു. ഈമാൻ കൊണ്ടാലും നിങ്ങളുടെ പണി പൂർത്തിയാവുകയില്ല. വലതൻസുറുന്നഹു ലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്നഹു ലതുഅ്മിനുന്ന ബിഹി. ഒന്നുകൂടിയോടെ. വഇൻ അഖറല്ലാഹു മീസാഖൻ നബിയ്യിൻ ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മah ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه. ഉറങ്ങരുത്, ഞാനൊരു വലിയ അത്ഭുതം കാണിച്ചു തരാണ്. നിങ്ങൾ വിശ്വസിച്ചാലും പോരാ, വലതൻസുറുന്നഹു
മനുഷ്യനെ കൊണ്ട് നിങ്ങൾ വിശ്വസിച്ചാലും പോരാ, ആ മനുഷ്യന് നിങ്ങൾ വലതൻസുറുന്നഹു അൻസാരിയാകണം എന്ന് അല്ലാഹു തആല പറഞ്ഞു. വളരെ ചിന്തിക്കണം. അങ്ങനെയാ പറഞ്ഞത്, മുഹാജിറാകണം എന്നല്ല. വലതൻസുറുന്നഹു, നിങ്ങൾ ആ മനുഷ്യന് അൻസാരിയാകണം, അദ്ദേഹത്തെ അവിടുത്തെ സഹായിക്കാൻ നിങ്ങൾ തയ്യാറെടുക്കണം. നല്ലപോലെ ചിന്തിക്കുക ഈ വാക്ക്. ലതുഅ്മിനുന്ന ബിഹി ലതുഅ്മിനുന്ന ബിഹി ലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്നഹു. ഈ മനുഷ്യനെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുകയും വേണം, ആ മനുഷ്യനെ നിങ്ങൾ സഹായിക്കുകയും വേണം. സഹായിക്കുക എന്നാൽ അൻസാരി എന്ന് പറയുന്ന പ്രയോഗത്തിലുള്ള നാസിർ എന്ന പ്രയോഗത്തിൽ നിന്ന് ഉള്ള പ്രയോഗമാണ് പറഞ്ഞത്. ഈ പ്രയോഗത്തെ ഒരു സമൂഹത്തെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അൻസാരികൾ എന്ന വിഭാഗത്തെയാണ്. അസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി. എന്താ മനസ്സിലായത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതോടുകൂടെ നിങ്ങൾ പ്രബോധനം നിർത്തിവെച്ച് അദ്ദേഹത്തെ കൊണ്ട് വിശ്വസിക്കുകയും അദ്ദേഹത്തിന്റെ അൻസാരികൾ അദ്ദേഹത്തിന് ചെയ്തു കൊടുത്ത സേവനം എന്തോ ആ സേവനം നിങ്ങൾ ആ മനുഷ്യന് ചെയ്തു കൊടുക്കുകയും വേണം എന്നർത്ഥം. ലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്നഹു എന്ന്. എന്താ ഇങ്ങനെ പറയാനുള്ള കാരണം? ഇവിടെ അണ്ടർലൈൻ ചെയ്ത് മനസ്സിലാക്കണം. അൻസാരി ചെയ്ത സേവനം ആ മനുഷ്യൻ നിങ്ങൾ ചെയ്തു കൊടുക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അൻസാരികൾ ചെയ്തത്? അൻസാരികൾ ജീവിതത്തിൽ സമ്പാദിച്ചത് മുഴുവനും ഹബീബായ മുഹമ്മദ് നബി തങ്ങൾക്ക് കൊണ്ടുപോയി കൊടുത്തു. വളരെ ചിന്തിക്കണം. അല്ലാഹു ഹിബത്ത് നൽകുന്ന ഒരു ബുദ്ധിക്ക് എളുപ്പം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞത്. നിങ്ങൾ വിശ്വസിച്ചാലും പോരാ, അൻസാരിങ്ങൾ ചെയ്യുന്ന പണി നിങ്ങൾ ചെയ്യണം. എന്താ അൻസാരി ചെയ്തത്? തന്റെ ജീവിതത്തിൽ ലഭിച്ചത് മുഴുവനും, സമ്പത്ത് മുഴുവനും അൻസാരിങ്ങൾ ഹബീബായ മുഹമ്മദ് നബി, അഥവാ മൂസ നബിയോട് അല്ലാഹ് പറയാൻ, ഈസ നബിയോട് പറയാൻ, ഇബ്രാഹിം നബിയോട് പറയുകയാണ്, ദാവൂദ് നബിയോട് പറയുകയാണ്, മുഹമ്മദ് നബി നിങ്ങളുടെ കാലത്ത് വന്നാൽ നിങ്ങൾ അദ്ദേഹത്തെ അവിടുത്തെ കൊണ്ട് വിശ്വസിച്ചാൽ മാത്രം പോരാ, അദ്ദേഹത്തിന്റെ അൻസാരിയങ്ങൾ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യണം. നിങ്ങളെ കയ്യിൽ കിട്ടിയത് മുഴുവനും നിങ്ങൾ അവിടുത്തെ കൊണ്ടുപോയി ഏൽപ്പിക്കണം. എന്താ അതിന്റെ അർത്ഥം? ഒന്നും കൂടി ആലോചിച്ച് നോക്കൂ. എന്താ അതിന്റെ അർത്ഥം? നിങ്ങൾ വിശ്വസിച്ചാൽ പോരാ, നിങ്ങളുടെ സമൂഹത്തെയും നിങ്ങൾ വിശ്വസിപ്പിക്കണം. അഥവാ ഞാൻ ഒന്നുകൂടി വിശദീകരിച്ച് പറയാം. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനം നടത്തി. അങ്ങനെ അദ്ദേഹത്തിന് 100 ആളുകളെ ലഭിച്ചു എന്ന് വെക്കൂ. ഈ 100 ആളുകൾക്ക് റസൂൽ ആരാണ്? ബഹുമാനപ്പെട്ട മൂസ നബി. മനസ്സിലായില്ല? ചിന്തിക്കണം. ആയത്തൊന്നും കൂടി ആഴത്തിൽ മനസ്സിലാക്കുക. 100 ആളുകൾ ലഭിച്ചു. ആ 100 ആളുകൾക്ക് റസൂലാണ് ആര്? ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാം. അപ്പോഴാണ് ആ നാട്ടിലേക്ക് ആര് വന്നത്? മുഹമ്മദ് മുസ്തഫ. അപ്പൊ മൂസ നബി ഇവരോട് എന്ത് പറയാ? നിങ്ങൾ ഇവിടെ ഇരിക്കൂ, മുഹമ്മദ് നബി വന്നിട്ടുണ്ട്, എന്റെ ഈ പണി നിർത്തിയിട്ടുണ്ട്, ഏതായാലും നിങ്ങൾ ഇവിടെ ഇരുന്നോളൂ. നിങ്ങൾക്ക് റസൂല് നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ചിന്തിക്കുക. എന്താ ഈ പറഞ്ഞത്? നിങ്ങൾ ഇവിടെ ഇരുന്നോളൂ, നിങ്ങൾക്കുള്ള റസൂല് ഞാൻ തന്നെ. പിന്നെ ഞാൻ ലിങ്ക് ചെയ്യാം. തിരുവനന്തപുരത്ത് നിന്ന് ഹൈദരാബാദിലേക്ക് പോകുന്ന വേണാട് എക്സ്പ്രസിന് ലിങ്ക് ഉണ്ട് കണ്ണൂരിന്ന്. അത് ലിങ്കാണ്. അപ്പൊ കണ്ണൂർക്കാരെ ഷൊർണൂരിനോട് ബന്ധപ്പെടുത്തുന്ന ലിങ്ക് ആവാ ഈ ബോഗികൾ എന്നതുപോലെ ആകാൻ പാടില്ല. നിങ്ങൾക്ക് റസൂല് ഞാൻ തന്നെയാ. നിങ്ങൾ ഇന്ന് മുതലും എന്ത് പറഞ്ഞാൽ മതി? ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസ റസൂലുള്ളാഹ്. നീ ലിങ്ക് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് പറയാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ പോരാ. ഇതാണ് ആയത്തിന്റെ അർത്ഥം. ലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്നഹു. നിങ്ങൾ ഒറ്റയ്ക്ക് പോയാൽ പോരാ, നിങ്ങൾക്ക് ലഭിച്ച മുഴുവനും ആളുകളെ കൊണ്ട് നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് കിട്ടിയ ഉമ്മത്തിനെയും അവിടെ ഏൽപ്പിക്കണം. ഞാൻ ഇത്രയും കാലം അധ്വാനിച്ചിട്ട് ഈ ആളുകളൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇനി ഉത്തരവാദി നബിയെ അങ്ങാണ് സ്വീകരിക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾ ബൈഅത്ത് ചെയ്യുക. ഇവരെ കൊണ്ട് മുഴുവനും ലിങ്കില്ല, നേരിട്ട് ആരോട്? മുഹമ്മദ് മുസ്തഫ. ഇതാണ് ലതുഅ്മിനുന്ന ബിഹി. മനസ്സിലായില്ലേ പറഞ്ഞത്? അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. നല്ലപോലെ ചിന്തിക്കണം. അല്ലാഹുവിന്റെ ഒരു വചനമാണ് എന്ന് മനസ്സിലാക്കണം.
إذ أخذ الله ميثاق النبيين لما آتيتكم من كتاب وحكمة ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه قال أقررتم وأخذتم على ذلكم إصري قال ഈ കരാറ് ഇവ ഈ 1,23,999 ആളുകളുടെ മുന്നിൽ ആലമുൽ അർവാഹിൽ ഈ കരാർ അവതരിപ്പിച്ചുകൊണ്ട് ഖാല അല്ലാഹു അവരോട് ചോദിച്ചു അഖറർതും നിങ്ങൾ സമ്മതിച്ചുവോ വഅഖറർതും നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ അലാ ദാലികും ഈ പറഞ്ഞ വ്യവസ്ഥ അനുസരിച്ച് ഈ സ്വരി ഞാൻ ഏൽപ്പിക്കുന്ന നുബുവത്ത് എന്ന ഉത്തരവാദിത്തത്തെ. അങ്ങനെ ചോദിച്ചു, ഈ നിലക്ക് ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? ഇതിന് തയ്യാറില്ലാത്തവർക്ക് നുബുവത്ത് ഇല്ല. നല്ലോണം ചിന്തിക്കണം. قال أقررتم وآخرتم على ذلكم إصري قال അല്ലാഹു ഇതിനെ തുടർന്ന് അവരോട് ചോദിച്ചു, വിഷയം എന്റെ തീരുമാനം ഇങ്ങനെയാണ്. قال أقررتم നിങ്ങൾ സമ്മതിച്ചുവോ وآخرتم നിങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നുവോ على ذلكم ഈ പറഞ്ഞ വ്യവസ്ഥയുടെ മേൽ ഇസ്രി ഞാൻ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തത്തെ. قالوا أقررنا قال فاشهدوا وأنا معكم من الشاهدين. قالوا അവർ പറഞ്ഞു അഖറർന സമ്മതിച്ചുവല്ലോ ഞങ്ങളൊക്കെ സമ്മതിച്ചു. ഞങ്ങൾക്കും ഇഷ്ടം അങ്ങനെ തന്നെയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നാൽ പിന്നെ ഞങ്ങൾക്ക് ലഭിച്ചത് കൂടി മുഹമ്മദ് നബി തങ്ങൾ കേൾപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. മുഅ്മിനീങ്ങളെ ഉറക്കെ സ്വലാത്ത് ചൊല്ലുക. ഹബീബായ മുഹമ്മദ് മുസ്തഫ ഏൽപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ ഒരുക്കം. അല്ലാഹു പറഞ്ഞു സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ പോരാ. ഫശ്ഹദു വഅനാ മഅകും മിനശ്ശാഹിദീൻ. അല്ലാഹു പറഞ്ഞു സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ വായ്ത്താരി പറഞ്ഞത് കൊണ്ടായില്ല. ഫശ്ഹദു നിങ്ങൾ തമ്മിൽ സാക്ഷി നിൽക്കേണ്ടതുമാണ്. ഓരോരുത്തരും സമ്മതിച്ചതിനെ മറ്റുള്ളവർ സാക്ഷിയാകേണ്ടതാണ്. ഓരോരുത്തരും അത്രമേൽ അവർ ലംഘിക്കുമെന്നത് കൊണ്ടല്ല, അത്രമേൽ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് അള്ളാഹു പറഞ്ഞു ഫശ്ഹദു നിങ്ങൾ സാക്ഷി നിൽക്കുക കൂടി ചെയ്യുക. ഓരോരുത്തരും സമ്മതിച്ചു എന്നതിന് മറ്റുള്ളവർ കൂടി സാക്ഷിയാകണം എന്ന് അല്ലാഹു തആല അവരോട് പറഞ്ഞു. قالوا أقررنا قال فاشهدوا وأنا معكم من الشاهدين. നിങ്ങൾ സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ പോരാ, നിങ്ങൾ തമ്മിൽ സാക്ഷിക്കണം. നിങ്ങൾ സാക്ഷി നിന്ന് കഴിഞ്ഞാൽ അവസാനത്തെ കയ്യൊപ്പ് എന്ന നിലയിൽ നിങ്ങൾക്ക് മേൽ ഞാനും സാക്ഷിയാവുകയാണ്. ഈ കർമ്മത്തിന് ഈ വ്യവസ്ഥയുടെ മേൽ മാത്രമേ ഞാൻ നിങ്ങൾക്ക് നുബുവത്ത് നൽകുകയേ ഉള്ളൂ എന്ന് അല്ലാഹു മുഹമ്മദ് നബിയെ പറ്റി പരക്കെ പറഞ്ഞ കരാറ് നിങ്ങൾ ഓർക്കണമെന്ന് സൂറത്ത് ആല ഇംറാൻ 81-ാമത്തെ വചനം. ഒരു 3 വട്ടം സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد يا ربي صل عليه وسلم. ഈ ആയത്തിനെ വിശദീകരിച്ച് ഇബ്നു കസീർ അന്ന അല്ലാഹ ലം യബ്അത്ത് നബിയ്യൻ ഇല്ലാ അഖദ അൽ അഹ്ദ അലൈഹി ഫീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബിയുടെ കാര്യത്തിൽ കരാർ ഒപ്പിട്ടിട്ടല്ലാതെ അല്ലാഹു ഒരാൾക്കും നുബുവത്ത് കൊടുത്തിട്ടില്ല എന്ന് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഹാഫിദ് അബുൽ ഫിദാ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വളരെ വ്യക്തമായി തന്റെ തഫ്സീർ ഇബ്നു കസീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തെ എല്ലാ പണ്ഡിതന്മാരും പറയുന്നുണ്ട്. ഇമാം റാസി തങ്ങൾ തന്റെ തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹാഫിദ് അബുൽ ഫിദാ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് തഫ്സീർ ഇബ്നു കസീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊരു നബിയെയും നബിക്കും അല്ലാഹു നുബുവത്ത് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ മുമ്പ് നിങ്ങൾ മുഹമ്മദ് നബി വന്നാൽ ഉടനെ രാജിയാകാൻ തയ്യാറാകണം എന്ന വ്യവസ്ഥ അനുസരിച്ചല്ലാതെ ഒരു നബിക്കും അല്ലാഹു നുബുവത്ത് കൊടുത്തിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. ഒരിക്കൽ സ്വഹാബികൾ ഒരു മജ്ലിസിൽ ഇരിക്കുകയാണ്. ഓരോരുത്തരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരാൾ പറഞ്ഞു സയ്യിദുനാ മൂസ കലീമുല്ലാഹ്
കലീമുല്ലാഹി സയ്യിദുനാ മൂസ, അല്ലാഹുവിന്റെ കലീമാണ്, സ്വാഹിബു തൗറാത്താണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. വേറൊരാൾ പിന്നെ പറഞ്ഞു, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസാ നബിയെ പറ്റി പറഞ്ഞു. ആരാണ് ഈസാ നബി? അല്ലാഹുവിന്റെ കലിമത്താണ്, സാഹിബുൽ കിതാബാണ്, കലീമുൻ ഫിൽ മഹ്ദാണ്, തൊട്ടിൽ വെച്ച് സംസാരിച്ചവനാണ്, മുതകല്ലിമുൻ ഫിൽ മഹ്ദാണ്, തൊട്ടിൽ വെച്ച് സംസാരിച്ചവനാണ്. അല്ലാഹുവിന്റെ റൂഹന് അല്ലാഹു പേരെടുത്തു കൊടുത്തവനാണ്. അല്ലാഹു മുസദ്ദിഖൻ ബികലിമത്തിൻ മിനല്ലാഹ് വസയ്യിദൻ വഹസൂറൻ വനബിയ്യൻ മിനസ് സാലിഹീൻ എന്ന സൂറത്ത് ആൽ ഇംറാനിൽ കലിമത്ത് എന്ന് അല്ലാഹു പറഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന മസല ഈസാ ഇൻദല്ലാഹി കമസലി ആദം, ആദം എന്ന് ആദമിനെ പോലെ എന്ന് അല്ലാഹു പറഞ്ഞ ആളാണ് സയ്യിദുനാ ഈസാ എന്ന് പറഞ്ഞു. അപ്പോൾ വേറെയാൾ പറഞ്ഞു സയ്യിദുനാ ഇബ്രാഹിം ഖലീലുല്ലാഹി സയ്യിദുനാ ഇബ്രാഹിം. കഅബാലയം പുതുക്കി പണിയാൻ അല്ലാഹു കൽപ്പന കൊടുത്തവനാണ്, ഹജ്ജിന് ബാങ്ക് കൊടുത്തവനാണ് എന്നിങ്ങനെ മഖാം വലിയ മദഹുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സവിധത്തിലേക്ക് ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി വന്നു. മുസ്തഫ നബി വന്നിട്ട് കയറിയിട്ട് പറഞ്ഞു, നിങ്ങളിപ്പോ പറഞ്ഞു മൂസാ നബിയെ പറ്റി അദ്ദേഹം കലീമാണ്. ശരിയാണ്, അദ്ദേഹം കലീമാണ്, അദ്ദേഹം കരീമാണ്. നിങ്ങൾ ഈസാ നബിയെ പറ്റി പറഞ്ഞു, അദ്ദേഹം റൂഹാൻ. ശരിയാണ് ശരിയാണ് ശരിയാണ്. നിങ്ങൾ ഇബ്രാഹിമിനെ പറ്റി പറഞ്ഞു, അദ്ദേഹം ഖലീലാണ്. ഞാൻ അതും ശരിയാണ്. എന്നാൽ നിങ്ങൾ ചിന്തിക്കുക, ഞാൻ ആരാണ്? നിങ്ങളിപ്പോ പറഞ്ഞല്ലോ സയ്യിദുനാ മൂസ, നിങ്ങളിപ്പോ പറഞ്ഞല്ലോ സയ്യിദുനാ ഇബ്രാഹിം, നിങ്ങളിപ്പോ പറഞ്ഞല്ലോ സയ്യിദുനാ ഈസാ, അന സയ്യിദു വൽദി ആദം, ഞാൻ ഇവരെ മുഴുവനും നേതാവാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഇനി നിങ്ങൾക്ക് കേൾക്കണം, നിങ്ങൾ പറഞ്ഞ കലീമുണ്ടല്ലോ സയ്യിദുനാ മൂസ, ലൗ കാന മൂസ ഹയ്യൻ ലമാ വസ്ലഹു ഇല്ലാ ഇത്തിബാഇ, ലൗ കാന മൂസ ഹയ്യൻ, ലൗ കാന മൂസ ഹയ്യൻ, മൂസ ഇപ്പോൾ ജീവിച്ചു വന്നാൽ പോലും ലമാ വസ്ലഹു ഇല്ലാ ഇത്തിബാഇ, എന്നോട് പിൻപറ്റുകയല്ലാതെ ഒരനിവാര്യതയും അദ്ദേഹത്തിനുണ്ടാവില്ല, എന്നോട് പിന്തുടരുകയല്ലാതെ ഒരു യോഗ്യതയും അല്ലാഹു അദ്ദേഹത്തിന് നൽകുകയില്ല. ലൗ കാന മൂസ ഹയ്യൻ. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു മുസ്നദിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ദുർറുൽ മൻസൂറിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൗ കാന മൂസ ഹയ്യൻ, ലൗ കാന മൂസ ഹയ്യൻ ലമാ വസ്ലഹു ഇല്ലാ ഇത്തിബാഇ, എന്നോട് പിൻപറ്റല്ലാത്തൊരു നിർവാഹം ഉണ്ടാവില്ല. നിങ്ങൾ പറഞ്ഞല്ലോ മൂസ നബി മഹാനാണ്, ശരിയ മഹാന. പക്ഷേ ആ മൂസ നബി ഇപ്പൊ ജീവിച്ചു വന്നാൽ അദ്ദേഹം എന്റെ ഒരു ആലിമിന്റെ മഖാമിലായിരിക്കും നിൽക്കുക എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നാഫിയ ഇൽമിനെ തരട്ടെ, അല്ലാഹു നാഫിയ ഇൽമിനെ തരട്ടെ. ശരിയാണല്ലോ, നമുക്കറിയാമല്ലോ ഒരു നബി ഉണ്ടല്ലോ, ഇനി വരാവുന്ന നബി, സാഹിബുൽ കിതാബായ വാഹിദ് ഉലിൽ അസ്മായ ഒരു നബി. ആരാണ് നബി? ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം ينزل عند المنارة البيضاء بشرقي دمشق واضعا كفيه على أجنحة ملكين എന്ന് സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ينزل عند المنارة البيضاء بشرقي دمشق, കിഴക്കൻ ഡമസ്കസിലെ വെള്ളമുനാരത്തിന്റെ അരികിൽ ഇറങ്ങി വരുന്ന പ്രവാചകൻ സയ്യിദുനാ ഈസാ തന്റെ രണ്ട് കൈകളും ഇങ്ങനെ വിടർത്തി വെക്കും. മലക്കൈൻ, രണ്ട് മലക്കിന്റെ ചുമലിൽ ചിറകിന്റെ മേൽ തന്റെ കൈകൾ ഇങ്ങനെ പരത്തി വെച്ച് മന്ദം ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്ന സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം ഈ ഭൂമിയിൽ വരും. അദ്ദേഹമാരാ? അല്ലാഹുവിന്റെ കലിമത്താൻ. അദ്ദേഹമാരാൻ? അല്ലാഹു തആല റൂഹ് വനഫഖനാ ഫീഹി മിർ റൂഹിനാ. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ومريم ابنة عمران التي أحصنت فرجها ونفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين ونفخنا فيه من روحنا. നമ്മുടെ പ്രത്യേക റൂഹ് എന്ന് പറയുന്ന നാം പ്രത്യേകമായി കൽപ്പിച്ച റൂഹ് എന്ന് സ്ഥാനമുള്ള സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം. فنادته الملائكة وهو قائم يصلي في المحراب.
ഇന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യ മുസദ്ദിഖൻ ബികലിമത്തിൻ മിനല്ലാഹ് വസയ്യിദൻ വഹസൂറൻ വനബിയ്യൻ മിനസ് സ്വാലിഹീൻ. മുസദ്ദിഖൻ ബികലിമത്തിൻ മിനല്ലാഹ് എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസ, തൊട്ടിലിൽ വെച്ച് സംസാരിച്ച സയ്യിദുനാ ഈസ قال إني عبد الله آتاني الكتاب وجعلني نبيا وجعلني مباركا أينما كنت وأوصاني بالصلاة والزكاة ما دمت حيا وبرا بوالدتي ولم يجعلني جبارا شقيا والسلام علي يوم ولدت ويوم أموت ويوم أبعث حيا صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. തൊട്ടിലിൽ വെച്ച് സംസാരിച്ച സയ്യിദുനാ ഈസ ഖാല ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ്, എനിക്ക് കിതാബുണ്ടെന്ന് തൊട്ടിലിൽ വെച്ച് പറഞ്ഞ സയ്യിദുനാ ഈസ, ഉലുൽ അസ്മിൽപ്പെട്ട ഒരാളായ സയ്യിദുനാ ഈസ. ലോകത്തെ ലോകം കണ്ട 5 പ്രവാചകന്മാരിൽ ഒരാളാണ് സയ്യിദുനാ ഈസ. അദ്ദേഹം വന്നാൽ എന്താ ചെയ്യാ? അദ്ദേഹത്തിന്റെ കിതാബ് തൊട്ടുനോക്കുകയില്ലെന്ന് പറഞ്ഞ് എന്ന് മാത്രമല്ല, ഇന്നത്തെ പഴയ നിയമം പുതിയ നിയമങ്ങൾ അടക്കുന്ന സത്യവേദ പുസ്തകം എന്ന പേരുള്ള ഗ്രന്ഥം അങ്ങനെയാ ഉള്ളത്. സത്യവേദ പുസ്തകം എന്ന പേര് അങ്ങനെയുള്ളത്. വിശദമായി നമുക്ക് പിന്നെ പറയാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അങ്ങനെ ആ പേര് പഴയ നിയമങ്ങളും പുതിയ നിയമങ്ങളും ഉൾക്കൊള്ളുന്ന മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ അടക്കമുള്ള പുറപ്പാട് മുതൽ വെളിപ്പാട് വരെയും മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ സുവിശേഷങ്ങളും ഉൾപ്പെടുത്തിയ പ്രഗത്ഭമായ അനവധി 1067 പുസ്തകങ്ങൾ അടങ്ങുന്ന സത്യവേദ പുസ്തകം എന്ന മനോഹരമായ സ്വർണ്ണ ബൈൻഡിങ്ങിൽ ഇന്ന് കാണുന്ന പുസ്തകം, ആ പുസ്തകം വാങ്ങിയിട്ട് അദ്ദേഹം ചൂട്ടുകരിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൂട്ടുകരിക്കും. അദ്ദേഹം ചുട്ടുകരിക്കും. അദ്ദേഹത്തിന്റെ പേരിൽ നാട്ടിയ കുരിശുകൾ മുഴുവനും അദ്ദേഹം തച്ചുടക്കുമെന്ന് ഹബീബായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ചിന്തിക്ക് എന്ന് മാത്രമല്ല, അദ്ദേഹം ഇറങ്ങി വന്നാൽ ആദ്യം ചെയ്യുന്ന കർമ്മം മുസ്ലിമീങ്ങളെന്ന് കൂടെ 5 വഖ്ത് നിസ്കാരത്തിൽപ്പെട്ട ഒരു നിസ്കാരത്തിൽ പങ്കെടുക്കുകയാണ്. അസറാണ്, സുബ്ഹാണ് എന്നൊക്കെ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഏതായാലും അദ്ദേഹം ഈ ഭൂമിയിൽ ഇറങ്ങിയാൽ ആദ്യമായി ചെയ്യുന്ന കർമ്മം മുസ്ലിം ഉമ്മത്തിനോടുകൂടെ ഒരു നിസ്കാരത്തിൽ പങ്കെടുക്കുകയായിരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി ഇമാം മുസ്ലിം തന്റെ സ്വഹീഹ് മുസ്ലിമിൽ ഇത് മുഴുവനും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് കിതാബുണ്ട്, അദ്ദേഹത്തിന് സ്വയം കിതാബുണ്ട്. അദ്ദേഹം ഉലുൽ അസ്മാണ്. അദ്ദേഹം 40 കൊല്ലം ഈ ഭൂമിയിൽ ഭരണം നടത്തും. ഒരു വരി പോലും ബൈബിൾ എടുക്കുകയില്ല. അത് ബൈബിൾ നാമാവശേഷമാക്കിയത് കൊണ്ടല്ലേ? ആയിക്കോട്ടെ, എന്നാൽ നാമാവശേഷമാക്കിയ ബൈബിളിന് പകരം അടിസ്ഥാന ബൈബിൾ നൽകപ്പെട്ട ആളാണല്ലോ. ആ ബൈബിളിനെ മടക്കി കൊണ്ടുവരാൻ ഈ ലോകത്തൊരാൾക്ക് അർഹതയുണ്ടെങ്കിൽ അത് സയ്യിദുനാ ഈസ. ശരി, നിങ്ങൾ നാമാവശേഷമായത് കൊണ്ടാണെങ്കിൽ അതിന്റെ യഥാർത്ഥ അനുയായിക്കല്ലേ അത് മടക്കിക്കൊണ്ടുവരാൻ അർഹതയുള്ളത്. അത് മടക്കിക്കൊണ്ടുവന്ന് ഈ പൊടി പിടിച്ച് കിടക്കുന്ന അയാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ബൈബിളിനെ മുക്തമാക്കി ഒരു സ്വതന്ത്രവും സത്യപ്രസ്താവവുമായ ഒരു ബൈബിൾ മടക്കി കൊണ്ടുവരികയല്ല അദ്ദേഹം ചെയ്യുക. പകരം കണ്ട ബൈബിൾ മുഴുവനും ചുട്ടീകരിക്കുകയും എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. 2 യോഗ്യതയുള്ള പ്രവാചകനാണ് സയ്യിദുനാ ഈസ. അദ്ദേഹം സ്വയം നബിയാണ്. അതിന് പുറമെ മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വയഹ്കുമു ബിഅദലിൽ ഖുർആൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി ഞാൻ കൂടുതൽ പറയുന്നില്ല, ഹബ്ബിനെ പറ്റി പറയാം. ആരാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ചിന്തിക്കുക. പറഞ്ഞാലും അത് തീരുകയില്ല. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. സർവ്വലോകത്തിനും ഉടമസ്ഥനാണ്, സർവ്വലോകത്തിന്റെയും അനുഗ്രഹമാണ് മുഹമ്മദ് മുസ്തഫ. സർവ്വലോകത്ത് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ പഠിച്ചാൽ തീരാത്ത ഒരായത്താണിത്. എന്തുകൊണ്ട്? ഇത് പഠിച്ചാൽ തീരണമെങ്കിൽ ആദ്യം സർവ്വലോകങ്ങളെയും പഠിക്കണം. സർവ്വലോകങ്ങളെയും പഠിച്ചു തീർക്കുക മനുഷ്യർക്ക് സാധ്യമല്ല.
സർവ്വലോകങ്ങളെ പോയിട്ട് ആ ലോകങ്ങളിൽ അള്ളാഹു നിർത്തിയ പട്ടാളത്തിന്റെ എണ്ണം പോലും പഠിക്കാൻ മനുഷ്യർക്ക് സാധ്യമല്ല. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു. അള്ളാഹു സർവ്വലോകങ്ങളിൽ നിർത്തിയ പട്ടാളത്തിന്റെ എണ്ണം പോലും അള്ളാഹു അല്ലാതെ മറ്റാർക്കും മനസ്സിലാവുകയില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഈ ആയത്തിനെ മനസ്സിലാക്കാൻ ഒരൊറ്റ മാർഗ്ഗേ വിശുദ്ധ ഖുർആനിലുള്ളൂ. അൽഹംദുലില്ലാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു റബ്ബുൽ ആലമീനാണ്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീനാണ്. ഈക്വലായ വാക്കാ. ഒന്ന് റബ്ബുൽ ആലമീൻ, ഒന്ന് റഹ്മത്തുൽ ലിൽ. ചിന്തിക്കുക, അല്ലാഹു തന്നെ പറ്റി റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞു, മുഹമ്മദ് നബിയെ പറ്റി റഹ്മത്തുൽ ലിൽ ആലമീൻ എന്ന് പറഞ്ഞു. അപ്പൊ ആർക്കൊക്കെ അനുഗ്രഹമാണോ എന്ന് ചിന്തിക്കണ്ട. അള്ളാഹു ആർക്കൊക്കെ റബ്ബാണോ അവർക്കൊക്കെ റഹ്മത്താണ്. മുഹമ്മദ് മുസ്തഫ നല്ലോണം ചിന്തിക്കണം. ഇത് പറയണ്ടേ മനുഷ്യര്? ഇത് പറയാൻ പാടില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇത് പറയാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് അള്ളാഹു തൗഫീഖ് കൊടുത്തില്ല എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളെ സ്നേഹിക്കണമെന്ന് വിശുദ്ധ ഖുർആനിൽ കൽപ്പിച്ചിട്ടുണ്ട്. എന്റെ ഹെഡിങ് പറയാം, നിങ്ങൾ ചിന്തിക്കുക. മാതാപിതാക്കളെ സ്നേഹിക്കണമെന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. വഖളാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. ഖുർആൻ പറഞ്ഞു, അള്ളാഹുവിനെ ആരാധിക്കുമ്പോൾ അള്ളാഹു കൽപ്പിക്കുന്ന നിയമമാണ് മാതാപിതാക്കളോട് മര്യാദക്ക് പെരുമാറണം എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. മാതാപിതാക്കളെ സ്നേഹിക്കണമെന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു കൽപ്പിച്ചു. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി അത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരെ തമ്മാടി എന്നും വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഫാസിഖ്, തമ്മാടി, മോശപ്പെട്ടവൻ എന്നും വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. സൂറത്ത് തൗബ 24, സൂറത്ത് തൗബയുടെ 24-ാമത്തെ വചനം. നിങ്ങളുടെ മാതാപിതാക്കൾ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി. മാതാപിതാക്കളെ സ്നേഹിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് പറയാം. ഒരു സ്ഥലത്ത് പറഞ്ഞു മാതാപിതാക്കളെ സ്നേഹിക്കണം എന്ന് പറഞ്ഞു. ഒരു സ്ഥലത്ത് പറയാണ് മാതാപിതാക്കളോടുള്ള നിങ്ങളുടെ സ്നേഹം അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി. അല്ലാഹുവിനോടും റസൂലിനോടുമുള്ള സ്നേഹത്തെക്കാൾ അതിര് കവിഞ്ഞു പോയാൽ. ഒരു സ്ഥലത്ത് പറഞ്ഞു മാതാപിതാക്കളെ സ്നേഹിക്കണം. ഒരു സ്ഥലത്ത് പറഞ്ഞു മാതാപിതാക്കളോടുള്ള സ്നേഹം അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള സ്നേഹത്തെക്കാൾ അതിര് കവിഞ്ഞു പോയാൽ ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബിഅംരി. അള്ളാഹുവിന്റെ ശിക്ഷയെ നിങ്ങൾ കാത്തിരിക്കുക. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ഇത്തരം തമ്മാടികൾക്ക് ഒരിക്കലും അല്ലാഹു തആല ഹിദായത്ത് നൽകുകയില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, മനഹഖു ബിഹുസ്നി സുഹബതി യാ റസൂലല്ലാഹ്. ഞാൻ ഏറ്റവും കൂടുതൽ സഹവസിക്കേണ്ടത് ആര്? ഉമ്മക്കാ നിന്റെ ഉമ്മയോട്. പിന്നെയും ചോദിച്ചു ഉമ്മക്കാ നിന്റെ ഉമ്മയോട്. പിന്നെയും ചോദിച്ചു ഉമ്മക്കാ നിന്റെ ഉമ്മയോട്. പിന്നെ പറഞ്ഞു അബാക്കാ നിന്റെ ബാപ്പയോട്. ഇത്രയും പ്രധാനപ്പെട്ട ഉമ്മയും ബാപ്പയും, ഇത്രയും പ്രധാനപ്പെട്ട ഉമ്മയും ബാപ്പയും. ആ ഉമ്മയോടും ബാപ്പയോടും നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ സ്നേഹമുണ്ടായാൽ വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ഇത്തരം ഫാസിഖീങ്ങൾക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കൂല. അപ്പൊ കേവലം ഒരു ഫാസിഖല്ല, ഹിദായത്ത് കിട്ടാതെ മരിക്കുന്ന ഫാസിഖ് അഥവാ കാഫിറായി മരിക്കേണ്ടി വരുന്ന ഫാസിഖ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നരകത്ത് കിടക്കുന്നല്ലേ പറഞ്ഞത്, വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ഇത്തരം ഫാസിഖീങ്ങൾക്ക് ഹിദായത്ത് ഉണ്ടാവുകയില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വളരെ ചിന്തിക്കണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അതാണ് സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ വന്നിട്ട് സഅദിനോട് പറഞ്ഞു, സഅദേ നിനക്ക് ഏറ്റവും ഇഷ്ടല്ലേ ഉമ്മല്ലേ ഞാൻ മരുഭൂമിയിൽ വെയിലും പഴയും കൊണ്ടിട്ട് രാവും പകലും മഞ്ഞും വെയിലും കൊണ്ട് മരിക്കാൻ തീരുമാനിച്ചു.
നീ മുഹമ്മദിൽ നിന്ന് ഇഅ്തിസാലായിട്ടില്ലെങ്കിൽ, നീ മുഹമ്മദിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം നീ മുഹമ്മദിൽ നിന്ന് സ്വയം ഒഴിവായിട്ടില്ല എങ്കിൽ ഞാൻ മഞ്ഞും മഴയും വെയിലും കൊണ്ടിട്ട് മരുഭൂമിയിൽ നിന്ന് മരിക്കുമെന്ന് ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ, ഉമ്മ നിങ്ങൾ വലിയ ആളൊക്കെ തന്നെയാ എനിക്ക്, പക്ഷേ നിങ്ങളെപ്പോലെ എനിക്ക് 100 ഉമ്മയുണ്ടാവുകയും ആ 100 ഉമ്മയും ഇപ്രകാരം വെയിലും മഴയിലും കടന്ന് മരിക്കുകയും ചെയ്യുകയാണെങ്കിലും ഞാൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മാറുകയില്ലെന്ന് സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ലോക പ്രശസ്തമായ ഹദീസായി നമ്മുടെ മുന്നിലുണ്ട്. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക മുഅ്മിനീങ്ങളെ, വളരെ ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കേണ്ടത്, സ്വന്തം ബാപ്പയേക്കാൾ സ്വന്തം ഉമ്മയേക്കാൾ, എന്തിന് സ്വന്തം തടിയേക്കാൾ. സൂറത്തുൽ അഹ്സാബിലെ 6-ാമത്തെ വചനം, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. മുഅ്മിനീങ്ങൾക്ക് അവരുടെ തടിയേക്കാൾ ഏറ്റവും പ്രധാനം മുഹമ്മദ് മുസ്തഫ. സ്വന്തം തടിയേക്കാൾ ഏറ്റവും ബന്ധപ്പെട്ടത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ചിന്തിക്കണം. സ്വന്തം ബാപ്പയേക്കാൾ വലുത്, ഉമ്മയേക്കാൾ വലുത്, സ്വന്തം തടിയേക്കാൾ വലുത്. എന്തുകൊണ്ട് സ്വന്തം തടിയേക്കാളും വലുതാണ് മുഹമ്മദ് നബി? എന്തുകൊണ്ട്? ഈ തടി നമുക്ക് നാളെ എതിരാവുന്ന തടിയാണ്, എന്നാൽ മുഹമ്മദ് നബി ഒരിക്കലും നമുക്ക് എതിരാവുകയില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. നിങ്ങൾ ചിന്തിക്കുക, ഇത് ഞാൻ പറയല്ല, അല്ലാഹു പറയുകയാണ്. അൽയൗമ, ഇന്നത്തെ നാളിൽ, നഖ്തിമു അലാ അഫ്വാഹിഹിം, അവരെ വായിൽ നാം സീൽ വെക്കും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവർക്കെതിരായി അവരുടെ കൈകൾ തന്നെ നമ്മോട് സംസാരിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നോക്കൂ നിങ്ങൾ, നമുക്കെതിരാകും ആര്? നാം രാവും പകലും ഈ എക്സസൈസ് ഒക്കെ ചെയ്ത് വ്യായാമം ചെയ്ത് കൊണ്ടു നടക്കുന്ന ഈ തടി, നേരം വെളുത്താൽ ഒരു 15 മിനിറ്റെങ്കിലും നടക്കണം എന്നാണ് ഡോക്ടർ കഴിഞ്ഞ ആഴ്ച എന്നോട് പറഞ്ഞത്. ഈ കൈകൾ നമുക്കെതിരായി സംസാരിക്കും. വതശ്ഹദു അർജുലുഹും, ഓരോ തെറ്റ് ചെയ്തതും കൈകൾ ഇങ്ങനെ പറയും, അത് ശരിയാണെന്ന് പറഞ്ഞു വരുമ്പോഴത്തിന് പറയും ആര്? കാല്. ഒരുപാട് സ്ഥലത്ത് കാണാതെ, ഒരുപാട് സ്ഥലത്തുണ്ട്. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന ബൽ യുരീദുൽ ഇൻസാനു ലിയഫ്ജുറ അമാമ യസ്അലു അയ്യാന യൗമുൽ ഖിയാമ ഫഇദാ ബരിഖൽ ബസറു വഖസഫൽ ഖമറു വജുമിഅ الشمس والقمر يقول الإنسان يومئذ أين المفر كلا لا وزر إلى ربك يومئذ المستقر ينبأ الإنسان يومئذ بما قدم وأخر بل الإنسان على نفسه بصيرة. അപ്പൊ നമ്മുടെ തടി നമുക്കെതിരാകും എന്ന് വിശുദ്ധ ഖുർആൻ, ബാപ്പ എതിരാകും എന്ന് വിശുദ്ധ ഖുർആൻ. يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه لكل امرئ منهم يومئذ شأن يغنيه. എന്താണ് നമ്മുടെ വാദം? അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. മുഅ്മിനിന് അവന്റെ തടിയേക്കാൾ വലുത്, അവന്റെ ബാപ്പയേക്കാൾ വലുത്, അവന്റെ ഉമ്മയേക്കാൾ വലുത് മുഹമ്മദ് മുസ്തഫ. തടിയേക്കാൾ വലുത്. എന്തേ? തടി എതിരാകും, എന്നാൽ മുഹമ്മദ് നബി എതിരാവുകയില്ല. ബാപ്പ എതിരാവും, ബാപ്പ ശ്രദ്ധിക്കുകയില്ല. യൗമ യഫിറുൽ മർഉ, ഏതൊരാളും ഓടും, മിൻ അഖീ, സ്വന്തം സഹോദരനെ കാണുമ്പോ, വ ഉമ്മി, ഉമ്മാനെ കാണുമ്പോ, വ അബീഹി, ബാപ്പാനെ കാണുമ്പോ, വ സാഹിബതി, കാമുകിയെ ഭാര്യയെ കാണുമ്പോ, വ ബനീഹി, മക്കളെ കാണുമ്പോ, ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമഇദിൻ ശഅനുൻ യുഗ്നി. അന്ന് ഓരോരുത്തരും അവരുടെ നഫ്സിനെ പറ്റി മാത്രമാകും ചിന്തിക്കുക. നഫ്സി നഫ്സി എന്ന് ബാപ്പ പറയും. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നത് താഴെ ഭാര്യയോടുകൂടെ നമ്മളെ കുട്ടികളുണ്ടാവും. ആ കുട്ടിയെ നമ്മൾ നാളെ കാണുമ്പോ അവന്റെ കാര്യം ശ്രദ്ധിക്കൂല, നഫ്സി നഫ്സി എന്ന് പറയും. അക്കുട്ടി നമ്മളെ കണ്ടാൽ എനിക്ക് വാപ്പ എന്നല്ല വിഷയം, നഫ്സി നഫ്സി എന്ന് പറയും. നമ്മൾ ഇന്നലെ രാത്രി കൂടെ കിടന്നു വന്ന നമ്മുടെ ഭാര്യ, ആ ഭാര്യയുടെ കൂടെ കിടന്ന ഭർത്താവ്, ഭാര്യ ഭർത്താവിനെ കാണുമ്പോൾ നഫ്സി നഫ്സി എന്ന് പറയും, എനിക്കിന്റെ കാര്യമാണ് എന്ന് പറയും. എല്ലാവരും, നിങ്ങൾ ചിന്തിക്കണം, എല്ലാവരും പറയും ഇല്ലാ മുഹമ്മദുൻ.
ഉറക്കയില്ല. മുഹമ്മദുൻ والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ولسوف يعطيك ربك فترضى ولسوف يعطيك ربك فترضى. ഒരിക്കൽ വഹി മുടങ്ങി 14 20 25 നാൾ. തിരിച്ചു വഹി വന്നപ്പോൾ അള്ളാഹു സാന്ത്വന ഗീതം പോലെ ഹബീബായ നബിയെ പറഞ്ഞിട്ട് സന്തോഷിപ്പിച്ചു. മുഹമ്മദ് നബിയെ, നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? നിങ്ങളെ ഞാൻ ഉപേക്ഷിക്കുകയില്ലല്ലോ. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ എന്ന് പറഞ്ഞിട്ട് സന്തോഷിക്കാൻ വേണ്ടി പറഞ്ഞു. വലസൗഫ യുഅതീക റബ്ബുക ഫതർളാ. വലസൗഫ യുഅതീക റബ്ബുക, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്ത് തരാ, എത്ര തരാന്ന് ചോദിക്കേണ്ട. ഫതർളാ ഫതർളാ, നിങ്ങൾക്ക് തൃപ്തിയാകുന്നോളം, നിങ്ങൾക്ക് ഇഷ്ടമാകുന്നതോളം നിങ്ങൾ ആത്മാവ് സന്തോഷിക്കുന്ന അത്ര. നിങ്ങൾ തൃപ്തിയാകുന്നതുവരെ നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് തരാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന ആയത്ത് ബഹുമാനപ്പെട്ട മുഖറബായ ജിബ്രീൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് കൊണ്ടുപോയി കൊടുത്തപ്പോ മുസ്തഫ നബി ജിബ്രീലിനോട് പറഞ്ഞു, ജിബ്രീലെ, നിങ്ങൾ അല്ലാഹുവിനോട് മടങ്ങിപ്പോയി പറയുക, വലാ അല്ലാഹ് വവാഹിദുൻ മിൻ ഉമ്മതി ഫിന്നാർ. വലാ അല്ലാഹ്, എനിക്ക് തൃപ്തിയാവുകയേ ഇല്ല. വവാഹിദുൻ മിൻ ഉമ്മതി ഫിന്നാർ, എന്റെ ഒരു ഉമ്മത്തെങ്കിലും നരകത്തിൽ കിടന്നാൽ അന്ന് എനിക്ക് തൃപ്തിയാവുകയില്ല എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ നോക്ക്, ബാപ്പ എതിരാകും, ഉമ്മ എതിരാകും, മക്കളെതിരാകും എന്നല്ല, സ്വന്തം തടി വരെ മനുഷ്യനെ ഉപേക്ഷിക്കുന്ന നാളിൽ വലാ അല്ലാഹ് വവാഹിദുൻ മിൻ ഉമ്മതി ഫിന്നാർ. അതന്നെയാണ് മുഅ്മിനീങ്ങൾ. അൻത ഉമ്മുൻ അം അബു മാ റഅയ്നാ ഫീഹിമാ മിഥല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. അസ്സലാത്തു അലൻ നബി والسلام على الرسول الشفيع الأبطاهي والحبيب العربي. أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطاهي والحبيب العربي. സ്വീകരിക്കുന്നില്ല മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ഈ പ്രപഞ്ചം മുഴുവനും ആ മനുഷ്യനെ ഇഷ്ടപ്പെട്ടുവല്ലോ. ഈ പ്രപഞ്ചത്തിന് സ്വന്തം തടിയേക്കാൾ വലുത് മുഹമ്മദ് മുസ്തഫ. മനുഷ്യർക്ക് മാത്രമല്ല, സ്വഹീഹ് മുസ്ലിം ഒരു ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മുസ്ലിമീങ്ങളെ. സ്വഹീഹ് മുസ്ലിം ഒരു ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ. സ്വഹീഹ് മുസ്ലിം നോക്കുക. ഹബീബായ മുഹമ്മദ് മുസ്തഫ മദീനയിൽ ചെന്നു, പള്ളിയുണ്ടാക്കിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജുമുഅ സ്ഥാപിച്ചു. ജുമുഅയിൽ ഖുത്ബ ഓതാൻ വേണ്ടി റസൂലുള്ളാഹിക്ക് ഒരു മിമ്പർ ഉണ്ടാക്കപ്പെട്ടു. സ്വഹീഹ് മുസ്ലിം. നിങ്ങൾ ചിന്തിക്കുക, ആ മനുഷ്യനോട് ഒരു ഈത്തപ്പനയുടെ തണ്ട് കാണിച്ച സ്നേഹം എത്രയാണ്. മുഅ്മിനീങ്ങളെ, ഈമാനുള്ളവരെ ചിന്തിക്കുക. എവിടുന്നോ വാറോല വായിക്കുകയല്ല, ഇമാം മുസ്ലിം തന്റെ സ്വഹീഹ് മുസ്ലിമിൽ ആ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി ഒരു മിമ്പർ ഉണ്ടാക്കിയിരുന്നു, ഒരു ഈത്തപ്പനയുടെ അടിക്കുറ്റി. അതിങ്ങനെ വെട്ടി വൃത്തിയാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി സ്ഥാപിച്ചിരുന്നു മദീന പള്ളിയിൽ. അതിന്റെ മുകളിൽ കയറിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിലേക്ക് കയറി നിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് ഖുത്ബ ഓതി. കുറെ കാലം കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. ചെറിയ ഈത്തപ്പനയുടെ അടിക്കുറ്റിയല്ലേ, ബുദ്ധിമുട്ടാണല്ലോ. കുറച്ചു കാലം കഴിഞ്ഞു, സൗകര്യം കിട്ടിയപ്പോ ഒരു സ്വഹാബി നബിയോട് വന്നിട്ട് പറയാ, നബിയെ, ഞങ്ങൾ നിങ്ങൾക്ക് ഒരു പുതിയ മിമ്പർ ഉണ്ടാക്കി തന്നാലോ എന്ന്. ശരി, ഞാൻ മിമ്പർ ഉണ്ടാക്കിക്കോളൂ എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ നാം മിമ്പർ ഉണ്ടാക്കിക്കോളൂ, സമ്പന്നം കൊടുത്തു. അങ്ങനെ ഒരു അൻസാരി പെണ്ണ് കുറച്ച് മരക്കഷ്ണങ്ങൾ വഖഫ് ചെയ്തു. അങ്ങനെ മദീനയിൽ ഒരു നല്ല മിമ്പർ ഉണ്ടാക്കി. മദീന പള്ളിയിലെ മിമ്പർ, അക്കാലത്തെ ഒരു നല്ല മിമ്പർ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി മദീന പള്ളിയിൽ സ്ഥാപിച്ചു. അങ്ങനെ മിമ്പർ ഉണ്ടാക്കി. ആ മിമ്പറിന്റെ ഉദ്ഘാടനം നടക്കുന്നു. മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിലേക്ക് ജുമുഅക്ക് വന്നു. ജുമുഅക്ക് ഹബീബായ റസൂലുള്ള പുതിയ മിമ്പർ ഉദ്ഘാടനം ചെയ്യുകയാണ്. പഴയ മിമ്പർ മദീന പള്ളിയുടെ ഒരു മൂലയിലേക്ക് ചാരി വെച്ചിരുന്നു.
പഴയ മിമ്പർ മദീന പള്ളിയുടെ മൂലയിലേക്ക് മാറ്റിവെച്ചിരുന്നു. പുതിയ മിമ്പറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ ഓതിയപ്പോൾ സമിഅനാ സൗതൻ ഹനീനാ, സമിഅനാ സൗതൻ ഹനീനാ, ഞങ്ങൾ ഏങ്ങിക്കരച്ചിലിന്റെ ഒച്ച പോലെ ഞങ്ങൾ കേട്ടു. സ്വഹീഹ് മുസ്ലിം. ഒരാളിങ്ങനെ, നിങ്ങൾ ചിന്തിക്കും മുഅ്മിനീങ്ങളെ, ഈമാനുള്ളവർ മനസ്സിലാക്കിക്കോളൂ, ഈമാനുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഈ പരിപാടി ഉണ്ടാക്കിയിട്ടുള്ളത്. ഈമാൻ ഉണ്ടാകാൻ വേണ്ടി മാത്രമാണ്. അല്ലാത്തവർക്ക് ഇവിടെ ഇരിക്കാൻ വിരോധമൊന്നുമില്ല, ഇവിടുന്ന് ചോറും കഴിക്കാം, അതിനും വിരോധമല്ല. പക്ഷെ ഇന്നത്തെ ദിവസം അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നല്ലാതെ നേട്ടൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ചിന്തിക്കണം. ഹബീബിനെ കുറിച്ച് ഹുബ്ബ് മനസ്സിലുള്ളവന് മാത്രമേ, അതിലുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രമേ ഇത്തരം വേദികൾ ഉപയോഗപ്പെടൂ. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഖുർആൻ കേട്ടിട്ട് നന്നാവുകയാണെങ്കിൽ അബൂലഹബ് നന്നാകണം. 13 കൊല്ലം തൊട്ടടുത്ത റൂമിൽ നിന്ന് ഖുർആൻ റസൂലുള്ള ഓടുന്നത് കേട്ട ആളാണ് അബൂലഹബ് ലഅനത്തുല്ലാഹി അലൈഹി. വംറാത്തുഹു, അവനും സയസുലാ നാറൻ ദാത ലഹബ് വംറാത്തു, ഓന്റെ ഓളും നരകത്ത് ചാടുന്ന ആ ഖുർആൻ പറഞ്ഞത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്റെ മുസ്തഫായ റസൂലുള്ളാഹിന്റെ മഹത്വം മനസ്സിലാക്കാൻ അബൂലഹബ് ലഅനത്തുല്ലാഹി അലൈഹിക്ക് സാധിച്ചില്ല എന്നതാണ് പരമാർത്ഥം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. മുഅ്മിനീങ്ങൾ ചിന്തിക്കുക. ഈ ഈത്തപ്പന തണ്ടിലേക്ക് ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസാണ്. ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസാണ്. നിങ്ങൾ ചിന്തിക്കുക. പുതിയ മിമ്പർ കയറി പ്രസംഗം തുടങ്ങിയപ്പോ, ഖുത്ബ തുടങ്ങിയപ്പോ സമിഅനാ സൗതൻ ഹനീന, ഒരേങ്ങിക്കരച്ചിൽ ഇങ്ങനെ ഞങ്ങൾ കേട്ടു. എന്നിട്ട് ഫസ്ദാദൽ ഹനീനു, ആ ഏങ്ങിക്കരച്ചിൽ ഇങ്ങനെ കട്ടിക്കൂടി പിന്നെ ഞങ്ങൾ കരച്ചിലിന്റെ ഒച്ചയാണ് കേട്ടത്. അട്ടഹസിച്ച് കരച്ചിൽ ഇങ്ങനെ കേട്ടു. ആരാ കരയുന്നത് എന്ന ആളെയൊട്ട് കാണാനുമില്ല. ഹബീബായ റസൂലുള്ളാഹിക്ക് മനസ്സിലായി, കരയുന്നത് മറ്റാരുമല്ല, മിൻ സാവിയത്തിൽ മിമ്പരിൽ ഖദീം, പഴയ മിമ്പർ വെച്ച മൂലയെന്നാണ് കരച്ചിൽ കേൾക്കുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫനസല മിനൽ മിമ്പരിൽ ജദീദി, ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്ന ഹദീസ് കേട്ടോളൂ. റസൂലുള്ള പുതിയ മിമ്പറിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് ഹത്താ ജാഅ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദഹാ, ആ പഴയ മിമ്പറിന്റെ അരികിലാണ് ചെന്ന് നിന്നു. എന്നിട്ട് ഫവളഅ യദഹു അലൈഹാ, അതിന്മേലേക്ക് തന്റെ കൈയാണ് വെച്ചു. പഴയ മിമ്പർ അത് കരിയാണ്. എന്നെ നബി ഒഴിവാക്കിയാലോ. നിങ്ങൾ ചിന്തിക്ക്, ആ ഈത്തപ്പന തണ്ടിന് ഹബീബായ നബിയോടുള്ള മഹബത്ത് എത്രയാണ്. അതിനെങ്ങനെ മഹബത്ത് ഇല്ലാതിരിക്കുക? അതിനും അനുഗ്രഹമാണല്ലോ മുഹമ്മദ് നബി. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, സർവ്വ വകുപ്പുകൾക്കും റഹ്മത്താണെന്നാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അതിന്റെ അരികിൽ ചെന്നിട്ട് എന്ത് ചെയ്തു? അതിന്മേലേക്ക് തന്റെ കൈയാണ് വെച്ചു. എന്നിട്ട് കൈ വെക്കുന്നതോടുകൂടെ റസൂലുള്ള പറഞ്ഞു, ഞാൻ നിന്നെ ഒഴിവാക്കിയിട്ടൊന്നുമില്ല. നിന്നെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് എടുത്തൊഴിവാക്കൂലേ? നിന്നെ മദീന പള്ളിയിൽ തന്നെ സ്ഥാപിച്ചില്ലേ? നീ എന്തിനാണ് വിഷമിക്കുന്നത്? നിന്നെ ഞാൻ ഒഴിവാക്കിയെങ്കിൽ വലിച്ചു പുറത്തേക്ക് എറിയുകയല്ലേ ചെയ്യുക? ഞാൻ നിന്നെ ഒഴിവാക്കിയിട്ടില്ലല്ലോ, എന്തിനാ കരയുന്നത് എന്ന് പറഞ്ഞ് ആ ഈത്തപ്പഴത്തണ്ടിന്റെ മുകളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈകൾ വെക്കുകയും അപ്പോൾ അത് അടങ്ങുകയും ചെയ്തു. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി ലൗ ലം അൽതസിംഹു ലം യസൽ ഹാകദാ ഇലാ യൗമിൽ ഖിയാമ. ഇമാം മുസ്ലിം തന്റെ സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുകയാണ്. മുഅ്മിനീങ്ങളെ, മുസ്തഫ നബി പറഞ്ഞു, ഞാനിപ്പോ ഇറങ്ങി വന്നിട്ട് അതിനെ സമാധാനിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ലം യസൽ ഹാകദാ ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ അത് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്റെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. അബൂലഹബിന്റെ വീട്ടിലേക്ക് ചെന്നു. അബൂലഹബിനോട് വിശ്വസിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അബൂലഹബ് ലഅനത്തുല്ലാഹി അലൈഹി പറഞ്ഞു, ഞാൻ നിന്നോട് വിശ്വസിക്കണമെങ്കിൽ ഈ വീട്ടിന്റെ മൂലയിൽ കിടക്കുന്ന ആട്ടുംകുട്ടി വിശ്വസിക്കണമെന്ന് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചൂണ്ടി. അബൂലഹബ് പറഞ്ഞുവല്ലോ, താമസിച്ചില്ല. ഫഖാല
قالت الجري أشهد أن لا إله إلا الله وأشهد أن محمد رسول الله والوحش والأشجار قد سجدت له وعليه قد سلمنا بعد تشهدي وله الوسيلة والفضيلة والأولى ومقامه المحمود يوم الموعد മുഅ്മിനീങ്ങളെ ഈമാനുള്ളവരെ ചിന്തിക്കണം ഹബീബിന്റെ അരികിൽ വഅതാകൽ ഊദു യബ്കി വതഅല്ലൽ ബൈന യദൈക വസ്തഹജറക യാ ഹബീബി ഇൻദക ലബിൻ ഫൂർ യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ്. മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയല്ലേ ഹബീബ്, മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയല്ലേ ഹബീബ് മുഹമ്മദ് മുസ്തഫ അഹ്മദ് മുജ്തബ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാൻപേടയെ വേട്ടയിൽ പിടിച്ച മലവേടനെ കണ്ടു. മാൻപേടയാകട്ടെ മുസ്തഫ നബിയെ കണ്ടപ്പോ ശകത്ത് ഇലാ റസൂലില്ലാഹ്, നബിയോട് പറഞ്ഞു, പൊന്നാർ നബിയെ, എനിക്ക് കുഞ്ഞുങ്ങളുണ്ടല്ലോ നബിയെ, ഈ മലവേടൻ അതിന്റെ ഭക്ഷണമാക്കാൻ വേണ്ടി എന്നെ വേട്ടയാടി പിടിച്ചു വല്ല നബിയെ, അതുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങളോട് ഒന്ന് അവസാനമായി യാത്ര പറയാൻ എന്നെ ഒന്ന് വിട്ടുതരണമെന്ന് ഈ മലവേടനോട് അങ്ങൊന്ന് അപേക്ഷിക്കുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്തഹജറക യാ ഹബീബി ഇൻദക ലബിൻ നുഫൂർ യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലാവാത്തുല്ലാഹ് അലൈക്കും. എന്റെ വന്ന് വിട്ടുതരുന്നേ, എന്റെ കുഞ്ഞുങ്ങളോടൊന്ന് ഒരവസാനത്തെ വാക്ക് പറഞ്ഞു വരട്ടെ നബിയെ. മക്കളെ, ഇനി എന്നെ മലവേടൻ പിടിച്ചിരിക്കുന്നു, ഞാൻ ഇന്ന് മലവേടന്റെ ഭക്ഷണമാണ് കുഞ്ഞുങ്ങളെ. ഇനി നിങ്ങളെ സാന്ത്വനിപ്പിക്കാൻ, ഇനി നിങ്ങൾക്ക് ഇര തേടി പിടിച്ചു വരാൻ, ഇനി നിങ്ങൾക്ക് ഭക്ഷണം നൽകാൻ, അമ്മിഞ്ഞ നൽകാൻ ഞാൻ മടങ്ങി വരില്ല മക്കളെ, ഈ അവസാനത്തെ നോക്കാണ് മക്കളെ എന്ന് പറഞ്ഞിട്ട് മക്കളോട് യാത്ര ചെയ്തു പോരാനാണ് നബിയെ. അങ്ങൊന്ന് സാക്ഷി നിൽക്കണം നബിയെ, എനിക്കൊന്ന് ജാമ്യക്കാരനാകണം നബിയെ. മലവേടനോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാൻപേടയുടെ കരച്ചിൽ കേട്ടിട്ട് മലവേടനോട് പറഞ്ഞു, അതെന്നോട് പൊട്ടി കരയുന്നുണ്ട് സഹോദര, നീ അതിനെ വിട്ടുകൊടുക്കുക. മലവേടൻ അട്ടഹസിച്ചുവല്ലോ. ഫസറഖ സാരിഖ യൽഹഖു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിനെ കളിയാക്കി ചിരിച്ചില്ല മനുഷ്യ. മാൻപേടയെ വിട്ടുകൊടുത്താൽ മാൻപേട മടങ്ങി വരുന്ന വിഡ്ഢിത്തരമാണോ നിങ്ങൾ പറയുന്നത്? പല പ്രാവശ്യം മുസ്തഫ നബി പറഞ്ഞു നോക്കിയില്ലേ? അവസാനം മലവേടൻ പറഞ്ഞു, അത് മടങ്ങി വന്നില്ലെങ്കിൽ അതിന്റെ സ്ഥാനത്ത് നിന്നെ ഞാൻ അറുക്കുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാൻപേടയ്ക്ക് വേണ്ടി ഈ മലവേടൻ പറഞ്ഞ സാഹചര്യത്തിൽ മുസ്തഫ നബി പറഞ്ഞു, ഞാൻ അതിന് ജാമ്യക്കാരനാണ്. അന അഖിഫിലു ലഹാ വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. നീ അതിനെ വിട്ടോ, ഞാൻ ജാമ്യക്കാരനാ. അത് വന്നിട്ടില്ലെങ്കിൽ എന്നെ ഓർത്തോ. നിങ്ങൾ ചിന്തിക്ക്. ഈമാനുള്ള മുഅ്മിനീങ്ങൾ മനസ്സിലാക്കുക. ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മലവേടന്റെ കത്തിക്ക് മുന്നിൽ നിന്നില്ലേ? മുഅ്മിനീങ്ങളെ, സംഭവം ഓർമ്മയില്ലേ? മുഅ്മിനീങ്ങളെ, മലവേടൻ ഹബീബിനെ അറുക്കാൻ വേണ്ടി കാത്തു നിന്നില്ലേ? മുഅ്മിനീങ്ങളെ, താമസിച്ചില്ലല്ലോ. മാൻപേട പാഞ്ഞു വന്ന് തന്റെ കുഞ്ഞുങ്ങളോട് വാക്ക് പറഞ്ഞ് അത് ഏറ്റ സമയത്തിന് മുമ്പ് ഹബീബിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി മാൻപേട പാഞ്ഞു വന്നില്ലേ? മുഅ്മിനീങ്ങളെ, മലവേടന്റെ കയ്യിൽ നിന്ന് കത്തി താഴെ വീണില്ലേ? മുഅ്മിനീങ്ങളെ, ഹബീബിനെ കണ്ട് ആളുകളോട് ചോദിച്ചില്ലേ, ആരാണ് ഈ മനുഷ്യൻ? ആളുകൾ പറഞ്ഞില്ലേ, ഹാദാ സയ്യിദുൽ അംബിയാഇ വ ഖാതിമുൻ നബിയ്യിൻ മുഹമ്മദ് സ്വല്ലല്ലാഹു വസ്തജാറക യാ ഹബീബി ഇൻദക ലബിൻ നുഫൂർ യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ്
മരുഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പോ ഒരാൾ വന്നിട്ട് നബിയോട് പറഞ്ഞില്ലേ, അരിനീ മുഅസ്സത്തൻ, എനിക്കൊരു മുഅസ്സത്ത് കാണിച്ചു തരൂ, എനിക്കൊരു മുഅസ്സത്ത് കാണിച്ചു തരൂ മുസ്തഫ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് ചോദിച്ചില്ലേ, അബലം തുഅ്മിൻ, നീ മുഅ്മിനാണല്ലോ, എന്തിനാണ് നിനക്ക് മുഅസ്സത്ത്? അയാൾ ഹബീബിനോട് പറഞ്ഞുവല്ലോ, വലാകിൻ ലിയത്മഇന്ന ഖൽബി, ബലാ വലാകിൻ ലിയത്മഇന്ന ഖൽബി, എന്റെ ഹബീബിനെ പറ്റി എനിക്കൊരു ബോധമുണ്ടാവാൻ വേണ്ടിയാണ്, എന്റെ നബിയെ കുറിച്ച് എനിക്ക് ബോധമുണ്ടാകാൻ വേണ്ടിയാണ് എനിക്കൊരു മുഅസ്സത്ത് കാണിച്ചു തരൂ എന്ന് ഹബീബിന് ഖിദ്മത്ത് ചെയ്തു കൊടുത്തുകൊണ്ട് ഒരു ഗ്രാമീണനായ ചെറുപ്പക്കാരൻ പറഞ്ഞിരുന്ന ഓർമ്മയില്ലേ മുഅ്മിനീങ്ങളെ? ഇമാം മുസ്ലിം തന്റെ സ്വഹീഹ് മുസ്ലിമിൽ ഇത് പറഞ്ഞിട്ടില്ലേ മുഅ്മിനീങ്ങളെ? ഒരുപാട് ഹദീസ് സവിസ്തരം രേഖപ്പെടുത്തിയില്ലേ മുഅ്മിനീങ്ങളെ? ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഗ്രാമീണനോട് ആ മരുഭൂമി ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് ആ മരുഭൂമിയുടെ അങ്ങേ ഭാഗത്ത് നിൽക്കുന്ന വൃക്ഷത്തോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് വൃക്ഷത്തോട് പറയൂ എന്ന് ഹബീബ് പറഞ്ഞ സാഹചര്യം ഓർമ്മയില്ലേ മുഅ്മിനീങ്ങളെ? ആ ഗ്രാമീണൻ പോയി ആ മരത്തിന്റെ അരികിൽ ചെന്നിട്ട് യദ്ഊകി റസൂലുള്ളാഹി, യദ്ഊകി റസൂലുള്ളാഹി റഹ്മത്തുൽ ലിൽ ആലമീൻ, റഹ്മത്തുൽ ലിൽ ആലമീൻ, നിന്നെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ മുഅ്മിനീങ്ങളെ? ഫലമ്മാ സമിഅത് ഇസ്മ റസൂലില്ലാഹ്, ഹബീബിന്റെ പേര് കേട്ടപ്പോ ഫസാറത്ത് അഗ്സാനുഹാ സാജിദ, അതിന്റെ കൊമ്പുകളൊക്കെ വലിയ വിനയത്തിൽ നിന്നു. ജാതിലി ദഅവതിഹി അശ്ജാറു സാജിദതൻ തംശി ഇലൈഹി അലാ സാഖിൻ ബിലാ ഖദമി, ജാതിലി ദഅവതിഹി അശ്ജാറു സാജിദതൻ തംശി ഇലൈഹി അലാ സാഖിൻ ബിലാ ഖദമി, ജാതിലി ദഅവതിഹി, ഹബീബ് ക്ഷണിച്ചപ്പോൾ വന്നത് ഓർമ്മയില്ലേ? അൽ അശ്ജാറു സാജിദ, വളരെ വിനയം കാണിച്ചുകൊണ്ട് മരം വന്ന സംഘം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ജാതിലി ദഅവതിഹി അശ്ജാറു സാജിദതൻ തംശി ഇലൈഹി അലാ സാഖിൻ ബിലാ ഖദമി, എനിക്ക് കാലില്ലല്ലോ, പിന്നെ ഞാനെങ്ങനെ വരുമെന്ന് മരം പറഞ്ഞില്ലല്ലോ. തംശി ഇലൈഹി അലാ സാഖിൻ ബിലാ ഖദമി, കാലില്ലാത്ത മരം അതിന്റെ തണ്ടിലിങ്ങനെ അരിച്ചരിച്ച് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വന്നില്ലേ മുഅ്മിനീങ്ങളെ? എന്തുകൊണ്ട്? വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. സ്വഹീഹുൽ ബുഖാരിയുടെ ആദ്യത്തെ അധ്യായം കിതാബുൽ ഈമാനിൽ കാണാം, സലാസത്തുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ, ഹലാവത്തൽ ഈമാൻ. ഈമാന്റെ മധുരം വേണോ എങ്കിൽ അയ്യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ ഖാല റസൂലുള്ളാഹി. ഈമാന്റെ മധുരം എന്നാ പറഞ്ഞു, ഹലാവത്തൽ ഈമാൻ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വറക്കാമീൻ പറയും, അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, ചിന്തിക്കുക. സലാസത്തുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ, ഹലാവത്തൽ ഈമാൻ. ഈമാൻ ഹലാവയാണ്, ഈമാൻ മധുരമുള്ളതാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതന്നെയല്ലേ മുഅ്മിനീങ്ങളെ ഹുബൈബിനെ കൊണ്ടുപോയി തൂക്കുമരത്തിൽ നിർത്തിയ ഒരംഗം ഓർമ്മല്ലേ? ഹുബൈബിനെ തൂക്കുമരത്തിൽ നിർത്തി, എന്നിട്ട് പറഞ്ഞു സബ്ബ മുഹമ്മദൻ, സബ്ബ മുഹമ്മദൻ, ഒരൊറ്റ വട്ടം നീ മുഹമ്മദിനെ ചീത്ത പറഞ്ഞാൽ നുഖല്ലി സബീലക്, നിന്റെ വഴി ഞങ്ങൾ ഒഴിവാക്കി തരാ, ഈ തൂക്കുമരത്തിൽ നിന്ന് രക്ഷപ്പെടുത്താം. ഒരൊറ്റ വട്ടം നീ മുഹമ്മദിനെ ചീത്ത പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരൊറ്റ പ്രാവശ്യം, ഒരു പ്രാവശ്യം നീ മുഹമ്മദിനെ ചീത്ത പറഞ്ഞാൽ ഞങ്ങൾ നിന്റെ വഴി ഒഴിവാക്കി തരാം, നിന്നെ ഈ തൂക്കുമരത്തിലേക്ക് കയറാതെ രക്ഷപ്പെടുത്താം. ഹുബൈബേ, നീ ഞങ്ങളെ കളിക്കൂട്ടുകാരനല്ലേ ഹുബൈബേ? നീ ഞങ്ങൾക്ക് കച്ചവടം പഠിപ്പിച്ചവനല്ലേ ഹുബൈബേ? നീ ഞങ്ങൾക്ക് ബിസിനസ് പഠിപ്പിച്ചവനല്ലേ ഹുബൈബേ? നീ ഞങ്ങൾക്ക് ഉപജീവനം പഠിപ്പിച്ചവനല്ലേ ഹുബൈബേ? നിന്നെ കൊല്ലാൻ ഞങ്ങൾക്ക് മനസ്സില്ല ഹുബൈബേ, പക്ഷേ ഞങ്ങളെ ശത്രുവായതുകൊണ്ട് നിന്നെ കൊല്ലാതെ വിടല്ലാതെ നിർവാഹമില്ലല്ലോ ഹുബൈബേ. അതുകൊണ്ട് ഹുബൈബേ, ഒരു തവണ നീ മുഹമ്മദിനെ ആക്ഷേപിച്ചാൽ ആ ഒരു ന്യായം പറഞ്ഞെങ്കിലും നിന്നെ ഞങ്ങൾ ഒഴിവാക്കി തരാമെന്ന് സനാദീദ് ഖുറൈശി നേതാക്കന്മാർ ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞില്ലേ മുഅ്മിനീങ്ങളെ? ഹബീബായ റസൂലുള്ളാഹി ഒരു വട്ടം ചീത്ത പറയാൻ പറഞ്ഞ ശിഷ്യൻ പറഞ്ഞു, ഹബീബായ റസൂലുള്ളാഹിന്റെ കാലിന്റെ ചോട്ടിൽ
ഒരു മുള്ളു കുത്തിയിട്ട് ഇന്നവിടുന്ന് ഇറക്കി വിടാമെന്ന് പറഞ്ഞാലും എനിക്ക് ആ ജീവിതം വേണ്ട എന്ന് ബഹുമാനപ്പെട്ട ഹുബൈബ് ഇബ്നു അദിയ്യ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ ചിന്തിക്കുക, ലോകം അംഗീകരിച്ച ചരിത്രമല്ലേ? ഇമാം ബുഖാരി രേഖപ്പെടുത്തിയില്ലേ? മുഅ്മിനീങ്ങളെ, ഈമാനുള്ളവരെ ചിന്തിക്കും മുഅ്മിനീങ്ങളെ. ബഹുമാനപ്പെട്ട ഹുബൈബ് ഇബ്നു അദിയ്യ് പറഞ്ഞു, ബഹുമാനപ്പെട്ട ഹുബൈബ് വെറുതെ ഇരിക്കണ്ട, വഹാബിയെ പോലെ വെറുതെ കേൾക്കാൻ വേണ്ടി ഇരിക്കണ്ട, വഹാബിയാവണ്ട, വെറുതെ നോട്ടീസ് ഒട്ടിക്കണ സുന്നിയാകണ്ട. അങ്ങനെയും കുറച്ച് സുന്നിയാളുണ്ട്. ഒല പണി സുന്നത്തിയമായത്തൊന്നും അവർക്ക് ജീവിതത്തിലില്ല. അവർ മനസ്സിലാക്കണ കുറച്ച് നോട്ടീസ് ഒട്ടിച്ചാൽ സ്വർഗത്തിൽ പോകുന്ന അങ്ങനെ കുറച്ച് അന്തമുട്ട സുന്നിയാൾ ഇപ്പത്തെ കാലത്തുണ്ട്. അക്കൂട്ടത്തിൽ പെടണ്ട. നോട്ടീസൊക്കെ നല്ല തന്നെയാ, നോട്ടീസ് ഒട്ടിക്കൽ ആവശ്യം തന്നെയാ. പക്ഷേ നോട്ടീസ് ഒട്ടിച്ചോണ്ട് മാത്രം സ്വർഗത്ത് കിടക്കുമെന്ന് വിചാരിക്കണ്ട. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹുബ്ബ് വെക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ മനുഷ്യനെ സ്നേഹിച്ച മനുഷ്യനെ സ്നേഹിക്കുക. ആയത്തുൽ ഈമാൻ ഹുബ്ബുൽ അൻസാർ, അൻസാരിങ്ങളെ സ്നേഹിക്കൽ ഈമാന്റെ ലക്ഷണമാണ്. അഥവാ അൻസാരിങ്ങൾ എന്നെ സ്നേഹിച്ചവരാണ്, എന്നെ സ്നേഹിച്ചവരെ സ്നേഹിക്കൽ ഈമാന്റെ ലക്ഷണമാണെന്ന് മുഹമ്മദ് നബി. ആയത്തുൽ മുനാഫിഖ്, ആയത്തുൻ നിഫാഖ് ബുഗ്ദുൽ അൻസാർ, ആയത്തുൻ നിഫാഖ് ബുഗ്ദുൽ അൻസാർ, ആയത്തുൻ നിഫാഖ് ബുഗ്ദുൽ അൻസാർ. എന്നെ സ്നേഹിച്ചവരെ സ്നേഹിക്കാതിരിക്കൽ കാപട്യത്തിന്റെ ലക്ഷണമാണെന്ന് മുഹമ്മദ് നബി. ഇമാം മുസ്ലിം സ്വഹീഹ് മുസ്ലിമിൽ ആ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറക്കരുത് എന്നൊന്ന് തലവെട്ടിയാ മറക്കരുത്. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ വ ആയത്തുൻ നിഫാഖ് ബുഗ്ദുൽ അൻസാർ. എന്നെ സ്നേഹിച്ചവരെ സ്നേഹിക്കൽ ഈമാന്റെ ലക്ഷണമാകുന്നു. എന്നെ സ്നേഹിച്ചവരെ വെറുക്കൽ കുഫറിന്റെ, നിഫാഖിന്റെ, കാപട്യത്തിന്റെ ലക്ഷണമാണെന്ന് മുഹമ്മദ് നബി. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. ഹുബൈബിന്റെ പേര് കേൾക്കുമ്പോ വെറുതെ ഇരിക്കരുത്. മഹാനായ ഹുബൈബ് ഇബ്നു അദിയ്യ് റളിയല്ലാഹു അൻഹു أول من سن في الإسلام سنة الشهيد خبيب بن عدي صحيح البخاري. ഒരാൾ മരിക്കുമെന്ന് ഉറപ്പായാൽ 2 റക്അത്ത് നിസ്കരിക്കണമെന്ന സുന്നത്ത് ഇസ്ലാം മതത്തിൽ കൊണ്ടുവന്നത് ബഹുമാനപ്പെട്ട ഹുബൈബാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി പിന്നെ അംഗീകരിക്കുകയാണ് ചെയ്തത്. ആദ്യമായി അവ്വൽ മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്ത ഷഹീദ് ഹുബൈബ് ബിൻ അദി എന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു നാഫിയായ ഇൽമിനെ തരുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ചിന്തിക്കുക, ഹുബൈബിനെ തൂക്കുമരത്തിൽ നിർത്തി എന്നെ ഒഴിവാക്കി തരാ എന്ന് പറഞ്ഞപ്പോൾ ഹബീബിന്റെ കാലിന്റെ ചോട്ടിൽ ഒരു മുള്ളു കുത്തിയിട്ട് എന്നെ ഇവിടുന്ന് ഒഴിവാക്കണമെന്ന് എനിക്ക് താല്പര്യമില്ലെന്ന് ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു അൻഹു ആ ഖുറൈശികളോട് പറഞ്ഞ രംഗം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. അതാണ് സലാസത്തുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ. അത് ഹലാവാണ് പറഞ്ഞത്. റസൂലുള്ളാഹിയെ സ്നേഹിക്കൽ ഈമാന്റെ ഹലാവയാണ്. ഈമാൻ ഹലാവയാകുക, ഈമാന് ഒരു ഉന്നതമായ ഒരു ഹലുവയേക്കാൾ മധുരമുള്ളതാവുക. അതിനുള്ള മാർഗമാണ് അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ഈ ലോകത്താരെക്കാളും ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇഷ്കുണ്ടാവുക, പ്രേമുണ്ടാവുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാൻ ഉണ്ടാവണമെങ്കിലുള്ള മാർഗം മുസ്തഫ നബിയോട് ഇഷ്ക് വെക്കലാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. അതാണ് ജാഅ റജുലുൻ ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്തഫ നബിയോട് വന്നിട്ട് ചോദിച്ചു, മതസ്സാഅതു യാ റസൂലല്ലാഹ്. നബിയെ, എന്നാ ഖിയാമത്ത് നാളെ തീയതി ഒന്ന് പറഞ്ഞു തരണം. റസൂലുള്ളാഹി പറഞ്ഞു, ഖിയാമത്ത് നാളിന്റെ തീയതി പറഞ്ഞു കൊടുക്കൽ പ്രവാചകന്റെ ബാധ്യതയല്ല. സഅലൂനക അനിസ്സാഅതി അയ്യാന മുർസാഹ ഫീമാ അൻത മിൻ ഇക്റാഹ ഇലാ റബ്ബിക മുൻതഹാഹ ഇന്നമാ അൻത منذر من يخشاها كأنهم يوم يرونها لم يلبثوا إلا عشية أو ضحاها. ഖിയാമത്തിന്റെ തീയതി പറഞ്ഞു കൊടുക്കുക പ്രവാചകന്റെ അനിവാര്യതയല്ല. ഹബീബായ റസൂലുള്ളാഹി അവരോട് ചോദിച്ചു, അല്ല മനുഷ്യ, ഖിയാമത്ത് നാളിന്റെ തീയതി എനിക്കും നിനക്കും അറിയേണ്ടതില്ല. മാദാ അഅതലഹാ മാദാ അഅതലഹാ. ഇന്ന് ചില ആളുകൾ പറയുന്നുണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാന്ന് പറഞ്ഞാൽ നിസ്കരിക്കൽ നോമ്പ് ഒക്കെ തന്നെയാണ്. അതൊക്കെ സ്നേഹിക്കലിന്റെ ഭാഗമാണ്. പക്ഷെ അത് മാത്രം അല്ല.